SFIയുടെ ദേശീയ സമ്മേളനത്തിന് വേണ്ടി സ്കൂളിന് അവധി കൊടുത്തതിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇന്ന് ഉച്ചയോടുകൂടി KSU DDE ഓഫീസിലേക്ക് പ്രതിഷേധമായി എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഇവർ പരാതിയും നൽകിയിട്ടുണ്ടായിരുന്നു. ഏതായാലും KSUയുടെ ജില്ലാ പ്രസിഡന്റ് നമുക്കൊപ്പം ചേരുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ KSUയുടെ ഈ ഒരു വിഷയത്തിലെ നിലപാട് എങ്ങനെയാണ്? എന്താണ് നിങ്ങളുടെ ഒരു പ്രതികരണം? ഒരു വിദ്യാർത്ഥി സംഘടനയുടെയും സമ്മേളനത്തിന് സ്കൂളുകളിൽ നിന്നോ ക്യാമ്പസുകളിൽ നിന്നോ വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്നതിന് KSU എതിരല്ല. ഏത് സംഘടനയുടെ പ്രവർത്തകർക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സ്വമേധയാ ആ സമ്മേളനങ്ങളിൽ പങ്കെടുക്കണമെന്ന്, പരിപാടികളിൽ പങ്കെടുക്കണമെന്ന് തന്നെയാണ് KSUവിൻ്റെ അഭിപ്രായം. പക്ഷേ ഇവിടെ സംഭവിച്ചത്, ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സമ്മേളനം കോഴിക്കോട് നടക്കുകയാണ്. ആ സമ്മേളനത്തിൻ്റെ ഭാഗമായി സമരമെന്ന വ്യാജേനെ സ്കൂൾ പ്രവർത്തനം അവസാനിപ്പിച്ച്, പൂർണ്ണ പ്രവൃത്തി ദിവസമായിരുന്നു സ്കൂളിൻ്റെ പ്രവർത്തനം അവസാനിപ്പിച്ച് സ്കൂളിന് അവധി നൽകിക്കൊണ്ട് പ്രിൻസിപ്പൽ മുഴുവൻ വിദ്യാർത്ഥികളെയും ആ സമ്മേളനത്തിന് വിടുകയാണ്. അത് അങ്ങേയറ്റം വിദ്യാഭ്യാസ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കുമെതിരാണ്. KER ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് തന്നെ സ്കൂളിന് അവധി നൽകിയ, പൂർണ്ണമായ പ്രവൃത്തി ദിവസം സ്കൂളിന് അവധി നൽകിയ പ്രിൻസിപ്പൽക്കും ബന്ധപ്പെട്ട അധ്യാപകർക്കുമെതിരെ നടപടികൾ സ്വീകരിക്കണമെന്നാണ് KSUവിൻ്റെ ആവശ്യം. കാരണം നമുക്കറിയാം, മഴക്കെടുതി കാരണവും അല്ലാതെയുമൊക്കെ പ്രവൃത്തി ദിവസങ്ങളുടെ എണ്ണം കൂട്ടാൻ വിദ്യാഭ്യാസ വകുപ്പും ബന്ധപ്പെട്ട ആളുകളും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അനാവശ്യമായി ഇന്നലെ അവിടുത്തെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ അധ്യാപകരുടെ, രക്ഷിതാക്കളുടെ, കുട്ടികളൊക്കെ ഉൾപ്പെടുന്ന വാട്സപ്പ് ഗ്രൂപ്പുകളിൽ HMൻ്റെ മെസ്സേജാണ്: നാളെ ഒരു വിദ്യാർത്ഥി സംഘടനയുടെ സമരമുണ്ടാവാൻ സാധ്യതയുണ്ട്, അതുകൊണ്ട് സമരമുണ്ടോ ഇല്ലയോ എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷമേ സ്കൂൾ പരിസരത്തു നിന്നും വാഹനങ്ങളുമായി രക്ഷിതാക്കളും ബന്ധപ്പെട്ട ആളുകളും പുറത്തേക്ക് പോകാവൂ എന്ന് പറയുന്നുണ്ട്. സമരത്തിൻ്റെ സാധ്യതകളും സാഹചര്യങ്ങളും വിലയിരുത്തേണ്ട ആളാണോ HM? അല്ല. അതുകൊണ്ടാണ് DDE ഓഫീസിലേക്ക് KSU പരാതിയുമായി വന്നിട്ടുള്ളത്. ഇവിടെ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ DD ഞങ്ങൾക്ക് നൽകിയ ഉറപ്പ്, KSUവിൻ്റെ പരാതിയുടെയും പ്രതിഷേധത്തിൻ്റെയും അടിസ്ഥാനത്തിൽ DD നൽകിയ ഉറപ്പ് DEയോട് അന്വേഷണ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ അന്വേഷണ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മേലധികാരികളുമായി കൂടിയാലോചിച്ച് കൃത്യമായ നടപടികൾ സ്വീകരിക്കും. അങ്ങനെ നടപടികൾ സ്വീകരിച്ചില്ലെങ്കിൽ KSU കോടതിയെ സമീപിക്കും. ഇതിൽ പ്രധാന അധ്യാപകൻ നടത്തിയൊരു പ്രതികരണം, ഇങ്ങനെ ഒരു സമരമുണ്ട് എന്നറിഞ്ഞതിനെ തുടർന്നാണ് വിദ്യാർത്ഥികളെ വിട്ടത് എന്നുള്ളതാണ്. അത് എത്രത്തോളം നിങ്ങൾ അതിനോടുള്ള ഒരു പ്രതികരണം എങ്ങനെയാണ്? നമ്മളൊരു സമരം ഉണ്ടാവുക എന്ന് പറയുന്നത് രഹസ്യമായിട്ടൊന്നല്ലോ. ആ സമരം പത്രങ്ങളിലൂടെ അനൗൺസ് ചെയ്യും, മീഡിയ ദൃശ്യമാധ്യമങ്ങളുടെ വാർത്താ ലിങ്കുകൾ പുറത്തേക്ക് വരും. അതൊന്നുമില്ലാതെ എവിടെ നിന്നാണ് അശരീരി പോലെ ഈ അധ്യാപകന് ഇന്നലത്തെ ഉറക്കത്തിലാണോ ഇത് കേട്ടിട്ടുള്ളത്? ഇത് സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യം വിദ്യാർത്ഥികളുടെ മേൽ അടിച്ചേൽപ്പിക്കുകയാണ്. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ടാവാം, രാഷ്ട്രീയമുള്ള നാടാണ് കേരളവും ഇന്ത്യയും ഒക്കെ. ആ രാഷ്ട്രീയം മറ്റുള്ള ആളുകളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത്, പ്രത്യേകിച്ച് വിദ്യാർത്ഥികളുടെ മേൽ അടിച്ചേൽപ്പിക്കുന്നത് അധ്യാപകർക്ക് ചേർന്ന പണിയല്ല. അധ്യാപകർക്ക് ചേരാത്ത പണിയെടുത്ത ആ സ്കൂളുകളിലെ അധ്യാപകരെന്ന് പറയുന്ന ആളുകൾക്കെതിരെ കൃത്യമായ ശിക്ഷാ നടപടികൾ സ്വീകരിക്കണമെന്നാണ് KSUവിൻ്റെ അഭിപ്രായം. DDE ഈ സംഭവത്തിൽ നടപടിയുമായി മുന്നോട്ട് പോയില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധം KSUയുടെ ഭാഗത്തു നിന്നുണ്ടാവും. പ്രതിഷേധമുണ്ടാവും. KSU കോടതിയെ സമീപിക്കും. അതിൽ നിയമ നടപടികൾ സ്വീകരിക്കുന്നു. വരാനും ഇത് ഒരു തെറ്റായ പ്രവണതയാണ്. വിദ്യാർത്ഥി സംഘടനകളുടെ സമ്മേളനങ്ങളൊക്കെ കുട്ടികൾ പങ്കെടുത്തോട്ടെ, ഞങ്ങളെതിരല്ല. നമ്മളൊക്കെ വിദ്യാർത്ഥികൾ സ്വമേധയാ പരിപാടികൾ പങ്കെടുക്കാൻ വരുന്നവരാണ്. പക്ഷേ അവധി നൽകിക്കൊണ്ട്, സർക്കാർ സ്കൂളിന് അവധി നൽകിക്കൊണ്ട് സമ്മേളനങ്ങൾ പങ്കെടുപ്പിക്കാൻ അത് സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യുന്നതിന് തുല്യമാണ്. തീർച്ചയായും. അതായത് SFIയുടെ ദേശീയ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി അവധി നൽകിയ വിഷയത്തിൽ KSU ശക്തമായ പ്രതിഷേധമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സംഭവത്തിൽ നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ കോടതി വരെ സമീപിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് നിലവിൽ KSU ഉള്ളത്. ക്യാമറ പേഴ്സൺ മുസ്താഖിനൊപ്പം നന്ദഗോപാൽ, മീഡിയ 1, കോഴിക്കോട്.